അവരെ വിശുദ്ധവാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഹോശന്ന ഞായറായി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും സമൂഹമധ്യേ സാക്ഷിപ്പാനും ദൈവം ഇടയാക്കി. വിശുദ്ധവാരത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഈ തിങ്കളാഴ്ച വൈകുന്നേരം ഈ ധ്യാന ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ചർച്ച് കമ്മിറ്റി അംഗങ്ങളാണ്. ഈ ആരാധനയിൽ ആയിരിക്കുന്ന വിവിധ നിലകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കും ഈ ശുശ്രൂഷയ്ക്കും അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സഭാ സെക്രട്ടറി സുരേഷ് കുമാർ സാറാണ്. സാറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കുക. സ്വർഗസിംഹാസനങ്ങൾ അധിവസിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ കർത്താവേ, ഞങ്ങൾക്ക് ദുഃഖവാരമായിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം അങ്ങയുടെ ദുഃഖത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ആരാധനയെ നടത്തുവാൻ എന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ ആഴ്ച ദൈവമേ ഞങ്ങളുടെ പാപകുറ്റങ്ങൾ ഞങ്ങൾ നോക്കി അതിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുന്നതിന് വേണ്ടി ഉണർവിൻ്റെ വരം ലഭിക്കുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരും ഒരുപോലെ കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളെ ഇന്നത്തെ ആരാധന അനുഗ്രഹിക്കണമേ. വന്നവരെയും ഇനി വരുവാനുള്ള എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്ന കർത്താവേ, ആരാധനയിൽ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാത്തു പരിപാലിക്കണം. ഞങ്ങൾ ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന പ്രത്യേകിച്ച് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നടത്തണം യേശു നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 360 പാട്ട് പാടാം. കുരിശിലവൻ മരിച്ചെന്തേർക്കാം, യേശുവിനു മഹത്വം. ആശയത്തിൻ സ്ഥിതി താനറിഞ്ഞു, ഈശകോപാഗ്നിയിൽ വീണെറിഞ്ഞു, വിശുദ്ധ നീണം വിയർപ്പായി തിരിഞ്ഞു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചെന്തേർക്കാം, യേശുവിനു മഹത്വം. ക്രൂശിൽ കൈകാലുകളെ താൻ വിരിച്ചു, ക്രൂരന്മാരാണി കൊണ്ടതിൽ തറച്ചു. കൊടിയ വേദന എനിക്കായി സഹിച്ചു, യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചെന്തേർക്കാം, യേശുവിനു മഹത്വം. ജീവനെ യേശുവിനർപ്പിച്ചേ, സർവവും അവനാൽ ഏൽപ്പിച്ചേ, പാവന ജീവിതമാക്കണമെൻ, യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചെന്തേർക്കാം, യേശുവിനു മഹത്വം.
പുതിയ സങ്കീർത്തന ഭാഗം ബാക്കി പ്രതിവാക്യമായി വയ്ക്കുന്നത്. എല്ലാവർക്കും നിൽക്കുമ്പോൾ തന്നെ 91 സങ്കീർത്തനം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കുന്ന സമയം ജോയ് പോകാൻ ഒരു ഭാഗം വായിക്കുന്നതായിരിക്കും. അതിനുശേഷം ഷൈനി ഡീക്കൻസ് മധ്യസ്ഥ പ്രാർത്ഥന വായിക്കുന്നതായിരിക്കും. വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം ഗലാത്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഗലാത്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിക്കുവിൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഈ വചനങ്ങൾ ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. പ്രാർത്ഥിക്കാം. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത്, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പൊന്നേശുവേ കൃപയാൽ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ ജീവൻ്റെ ഉടയനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയത്തിനു വേണ്ടി നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ.
പല ഭവനങ്ങളിൽ, പല ചിന്തകളിൽ, പല പ്രവർത്തനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ഒത്തൊരുമിച്ച് അങ്ങയുടെ തിരുദേവാലയത്തിൽ കർത്താവെ അങ്ങേ നോക്കി സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഒരവസരം കൂടെ അടിയങ്ങളുടെ ജീവിതത്തെ ദാനം ചെയ്തതിനെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സംഭവബഹുലമാകുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങയുടെ കൃപയല്ലാതെ അടിയങ്ങൾക്ക് യാതൊരു നന്മയില്ല പിതാവേ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അന്ത്യത്തോളം അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഇന്നിവിടെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് ദൈവമേ നല്ലത് എന്ന് പറയുവാൻ ദൈവമേ അങ്ങ് സഹായിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഈ കഷ്ടാനുഭവ നാളുകളിൽ കർത്താവേ അങ്ങേ നോക്കി സ്തുതിക്കുവാനും അങ്ങയുടെ വചനം വായിക്കുവാനും അങ്ങേ നോക്കി പാടുവാനും കർത്താവെ ഓരോ പ്രിയ മക്കളെ അങ്ങ് സഹായിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് പ്രകാരം കർത്താവെ അങ്ങയിലേക്ക് നോക്കുവാൻ ദൈവമേ അങ്ങിൽ നിന്ന് അനുഗ്രഹങ്ങൾ നന്മകൾ പ്രാപിക്കുവാൻ ഓരോ പ്രിയ മക്കളെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധി നന്ദിയുള്ള മക്കളായി തന്നെ ജീവിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. സഭ അങ്ങയുടെ തിരുസന്നിധിയെ താഴ്ത്തി തരുന്ന കർത്താവെ. ദൈവമേ, സഭയെ നയിക്കുന്ന പുരോഹിതനെയും കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ വയൽ പ്രദേശത്ത് വേല ചെയ്യുവാനുള്ള ദൈവികമായ ജ്ഞാനത്താൽ നിറച്ചിരിക്കുന്ന ദൈവയ്ക്ക് വേണ്ടി സ്തുതിക്കുന്ന കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന ഈ ദേശത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. ദേശത്തിലെ കർത്താവെ ദൈവമേ, ആദൃതമായ പ്രതികൂലങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ ദൈവമേ ഇടവരുത്താതെ വണ്ണം ദൈവമേ അങ്ങ് കാത്തിരിക്കുന്ന ദൈവയ്ക്ക് വേണ്ടി സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ലോകം മഹാവ്യാധിയാൽ വലയുമ്പോൾ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്ന മക്കളെ കർത്താവെ അങ്ങ് കൈതാങ്ങി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവയ്ക്ക് വേണ്ടി നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന അപ്പച്ചാ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ അദൃശ്യമായ കരം നീട്ടി ഓരോ പ്രിയ മക്കളെ അങ്ങ് തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവയ്ക്ക് വേണ്ടി സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ചുരുക്കം ചിലരായ അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയാൽ സാന്നിധ്യത്താൽ ദൈവമേ ഓരോ പ്രിയമക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. സഭയിലെ വിധേയമായ സംഘടനകളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വിശുദ്ധ ആരാധനകളെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തുമാറാകണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ പ്രിയമക്കളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഓരോരുത്തരുടെയും കർത്താവെ രോഗക്കിടക്കുകളെ അങ്ങ് മാറ്റിവിരിക്കുന്ന ദൈവയ്ക്ക് വേണ്ടി സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്നു. രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നല്ല ചെയ്തവനായ കർത്താവെ. രോഗികൾക്ക് വൈദ്യനായ ആശ്വാസദായകനായി കടന്നു ചെന്ന് ഓരോ പ്രിയമക്കളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവയ്ക്ക് വേണ്ടി സ്തുതിക്കുന്ന നാഥാ, സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധ ദൈവമേ, സ്വർഗീയ രാജാവേ. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അപ്പാട്യങ്ങൾ കഴിക്കുന്ന യാചനകൾ പ്രാർത്ഥനകൾ കർത്താവെ അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം ചെയ്യുന്ന നാഥാ. ഇന്ന് കർത്താവെ ഇവിടെ ആരാധനയിൽ കർത്താവെ വിവിധ ഭാഗങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ പ്രിയമക്കളെ അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുമാറാകണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. സ്തുതിക്കുന്ന നാഥാ. ദൈവമേ, അങ്ങയുടെ വചനവുമായി നിൽക്കുന്ന പ്രിയമകനെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണേ, ശക്തീകരിക്കണമേ എന്ന് യാചിക്കുന്ന കർത്താവെ. ദൈവമേ, വചനം കേട്ട് കർത്താവെ ദൈവമേ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഓരോ പ്രിയമക്കളെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് യാചിക്കുന്ന നാഥാ. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ആരാധനയുടെ ഉടനീളം കർത്താവെ അങ്ങയുടെ കൃപയാൽ സാന്നിധ്യത്താൽ കാത്തു പരിപാലിക്കുമാറാകണമെന്ന് ക്രിസ്തയേശുവിൻ്റെ ഇതിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവായി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷ കടത്താൻ സന്തോഷം കൊടിയിക്കണമേ. തിരുരാജ്യ ശക്തി മഹത്വം എന്നും എന്നേക്ക് അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ വാരത്തിൻ്റെ ഈ രണ്ടാമത്തെ ദിവസം നമുക്ക് ഇപ്രകാരം ആരാധനയോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഇന്നും നാളെയും മറ്റന്നാളുമുള്ള ഈ പ്രത്യേക ആരാധനകൾ സഭയിലെ കമ്മിറ്റിയും സംഘടനകളും ചേർന്നാണ് നേതൃത്വം നൽകുന്നത്. ഇന്നത്തെ ആരാധനകൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന ചർച്ച കമ്മിറ്റി അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് ആരാധനയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് സ്നേഹമുള്ള സഭാ സെക്രട്ടറി സുരേഷ് കുമാർ സാർ. വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ യുവജന ഡീക്കൻ ആയ സ്നേഹമുള്ള പ്രിയ മനോജ്. അതുപോലെ തന്നെ വചന വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ നേതൃത്വം നൽകിയ ഉദയ ഡീക്കനസ് ജോയ് മോഹൻ.
ഡീക്കർ ഷൈനി ഡീക്കൻസ് എന്നീ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയും സന്തോഷവും സഭയുടെ പേരിൽ അറിയിക്കുകയും ഈ ആരാധനയിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. ഈ ആരാധനയിൽ പ്രതികൂല കാലാവസ്ഥയുടെ മധ്യത്തിലും എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് എത്തിച്ചേർന്നവർ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും എത്തിച്ചേരണമെന്നുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റും നിങ്ങളോട് പറയട്ടെ. കൊയറംഗങ്ങൾ കൂടുതൽ പേര് ഉത്സാഹത്തോടെ എത്തുമെന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. നാളെ സൺഡേ സ്കൂൾ, യൂത്ത്, ബാലജനസഖ്യം എന്നിവയുടെ നേതൃത്വത്തിലാണ് ആരാധന നടക്കുന്നത്. മറ്റന്നാൾ വിമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിലാണ് ആരാധന നടക്കുന്നത്. 31-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ മാസവരി കുടിശ്ശികൾ തീർത്ത് വോട്ടർപട്ടികയ്ക്ക് അർഹരാകാൻ പറ്റുന്ന ഒരു ദിവസമാണ് 31. ആ ദിവസത്തിന് മുമ്പ് കുടിശ്ശികൾ തീർക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. 1-ാം തീയതി പെസഹ വ്യാഴം ആരാധന, ബൈബിൾ പാരായണവും കൂടുതൽ സമയം ഉണ്ടാകും. അതോടൊപ്പം തന്നെ തിരുവത്താഴ് ശുശ്രൂഷയും അന്നത്തെ ദിവസം പെസഹ ആരാധനയിൽ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ചത്തെ നല്ല വെള്ളിയാഴ്ച ആരാധന രാവിലെ 9 മുതൽ 2 മണി വരെ വിവിധ ധ്യാനങ്ങളും 12 മണി മുതൽ ക്രൂശിലെ മൊഴികൾ ധ്യാനാരാധനകളുമായിട്ട് ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. 2 മണിക്ക് ആരാധന ക്ലോസ് ചെയ്ത് തുടർന്ന് കഞ്ഞി കുടിച്ച് പിരിയുന്ന വിധത്തിലാണ് യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ സഭയും പരിസരവും ശുചിയാക്കൽ ക്രമീകരണവും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നു. ഞായറാഴ്ച ഈസ്റ്റർ, ആ ദിവസം എല്ലാവരും 4:45 മണിയോടുകൂടി തന്നെ രാവിലെ എത്തിച്ചേരുക. കൃത്യം 5 മണിക്ക് തന്നെ നമുക്ക് ഈസ്റ്റർ പ്രൊസഷൻ ആരംഭിക്കുകയും 6 മണിക്ക് മുമ്പായിട്ട് എത്തിച്ചേർന്ന് 6 മണിക്ക് ഈസ്റ്റർ ആരാധന ആരംഭിച്ച് 7:30 മണിക്ക് നമ്മൾ ഈസ്റ്റർ സ്നേഹ വിരുന്നോടുകൂടെ പിരിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് വിശുദ്ധവാരം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷകളിലും കൂട്ടായ്മകളിലും പങ്കെടുക്കാനും അതോടൊപ്പം നമ്മളെല്ലാവരും വളരെ കരുതലും ജാഗ്രതയും പുലർത്തുകയും ചെയ്യണം എന്ന് അറിയിക്കട്ടെ. സ്നേഹമുള്ള സുരേഷ് സാറ് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നടത്തുന്നത്. പ്രിയ സഭാ വിശ്വാസികളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഭാ കമ്മിറ്റിയായിട്ട് നമ്മൾ കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചതാണ് വിശുദ്ധവാര ആരാധന നടത്തണമെന്ന്. കഴിഞ്ഞ വർഷത്തെ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. എന്തായാലും കോവിഡ് വ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കുറേ ശാന്തത കൈവരിച്ചു. എങ്കിലും കേരളം വിട്ട് ഇതര സ്റ്റേറ്റുകളിൽ നല്ല രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെയും ദൈവം നമ്മളെ ഈ വർഷം എല്ലാ ആരാധനയ്ക്കും ആയിട്ട് ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അത് നമ്മൾ ദൈവത്തിന് ആദ്യം വേണ്ടി നന്ദി പറയണം. കഴിഞ്ഞ വർഷം നമ്മൾ എന്തെല്ലാം ആരാധന നടത്താൻ തീരുമാനിച്ചു അതെല്ലാം ഈ വർഷം നടത്തണമെന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചാമ്പൽ ബുധനാഴ്ച മുതൽ വേദഭാഗം വായന ഡീക്കന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് നടന്നു വരികയാണ്. ഈ ആഴ്ച വിശുദ്ധവാരം മുഴുവൻ ആരാധന നടത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭാ കമ്മിറ്റി, നാളെ സംഘടനകൾ, സൺഡേ സ്കൂൾ, മാലൻസൊക്കെ യുവന സംഘടനയും, അടുത്ത ദിവസം ശ്രീന സംഘടന, അങ്ങനെ നടന്നു വരും. വ്യാഴാഴ്ച നമുക്ക് പൊതു ആരാധന, തിരുവത്താഴ് ആരാധനയെല്ലാം ഉണ്ട്. വെള്ളിയാഴ്ച 2 മണിയിലുള്ള ആരാധനയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു വിശുദ്ധ വാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അറിയാതെയൊക്കെ നമ്മൾ ചെയ്തു പോണ ഒരു പാവങ്ങളാണ്. അത് നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് വീടുകളിലിരുന്ന് കിട്ടുന്ന സമയമെല്ലാം 1 മിനിറ്റ് പോലും പാഴാക്കാതെ ധ്യാനിച്ച് നമ്മൾ ദൈവത്തിനോട് നമ്മളെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കിട്ടിയ ഒരു അവസരം. ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഇന്ന് കിട്ടുന്ന സമയം ഇന്ന് നമ്മൾ പാഴാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിത്യതയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നാളെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച മുഴുവനും കിട്ടുന്ന എല്ലാ സമയവും നമ്മൾ കൂടുതലായി ധ്യാനിച്ച്, നമുക്ക് വേണ്ടി ആണ് ക്രൂശിതനായ യേശു ക്രിസ്തു ക്രൂശിതനായത്, അത് മാത്രം ധ്യാനിച്ച് കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നമുക്കെല്ലാവർക്കും ഒരേപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് നമുക്ക് 216 എല്ലാവർക്കും വേണ്ടിയിട്ട് 216 പാട്ടുപാടിയതിന് ശേഷം നമ്മൾ ദൈവവചനം മനോജ് ഡീക്കൻ സംസാരിക്കുന്നതായിരിക്കും. സ്നേഹ
ശബ്ദം കേട്ടു ഞാൻ സ്വന്തമായി യേശുവേ. എങ്കിലും വിശ്വാസത്തിൽ വളർന്നു നിന്നോടാടുത്തിടട്ടെ. യേശുനാഥ ക്രൂശിലേക്കു നീ ആകർഷിക്കുകയെന്നെ. യേശുനാഥ നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുകേ. ദിവ്യശക്തിയാൽ നിന്റെ സേവയ്ക്കാൽ എന്നെ നീ എടുക്കുകേ. എന്റെ ആശയം ദൈവമേ നിന്നിൽ എൻ മനം മുങ്ങിടട്ടെ. യേശുനാഥ ക്രൂശിലേക്കു നീ ആകർഷിക്കുകയെന്നെ. യേശുനാഥ നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുകേ. നിൻ കൃപാസനിൽ ഒറ്റ നാഴിക എത്ര ഇമ്പമായത്. ഉറ്റ ബന്ധുവോടെന്ന പോലെ സംസർഗം ചെയ്തിടുന്നു. യേശുനാഥ ക്രൂശിലേക്കു നീ ആകർഷിക്കുകയെന്നെ. യേശുനാഥ നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുകേ. ഉന്നതത്തിൽ നിൻ സന്നിധം വന്നു നിന്നെ കാണും നേരത്തിൽ ഇന്നു കാണാത്ത സ്നേഹം മോദവും അങ്ങു കാണും മോക്ഷത്തിൽ. യേശുനാഥ ക്രൂശിലേക്കു നീ ആകർഷിക്കുകയെന്നെ. യേശുനാഥ നിങ്കലേക്കു നീ നാൾക്കുനാൾ ചേർത്തിടുകേ. തിരുവചനത്താൽ നമ്മോട് സംസാരിക്കുന്ന ഏക ജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഭാ ശുശ്രൂഷകൻ, ഇന്നത്തെ ഈ പ്രത്യേക ആരാധനയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന സഭാ സെക്രട്ടറി, ഇന്നത്തെ ഈ ആരാധനയ്ക്ക് വേണ്ടുന്ന നല്ല നേതൃത്വങ്ങൾ നൽകിയ സഭയിലെ സഭാ കമ്മിറ്റി അംഗങ്ങളെ, മറ്റും പ്രതികൂലമായ ഈ കാലാവസ്ഥയിലും ആരാധന എന്ന വാഞ്ചയോടെ സഭയിലെത്തിയിരിക്കുന്ന പ്രിയ സഭാവിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിച്ചു കൊള്ളട്ടെ. യെശയ്യാ പ്രവാചക പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ താല്പര്യമുള്ള ബൈബിൾ കൈവശമുള്ള ഒരാൾക്ക് വായിക്കാവുന്നതാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. നന്ദി. മാനുഷിക മൂല്യച്യുതി വളരെയേറുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എങ്ങും അക്രമവും അസമാധാനവും കലുഷിതമായ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങളായ ഞാനും നിങ്ങളും
മാനവ ക്രൈസ്തവ സമുദായത്തിലെ മുഖ ചിത്രങ്ങളായ ഞാനും നിങ്ങളും ക്രിസ്തേശുവിൻ്റെ അനുയായികളായ നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നോമ്പ് അനുഭവത്തിലൂടെയാണ് നാം ഏവരും ഈ നിമിഷത്തിൽ ആയിരിക്കുന്നത്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അക്രമം ഉണ്ടെങ്കിലും, നാം ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് അസമാധാനം ഉണ്ടെങ്കിലും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അക്രമങ്ങളുടെ മധ്യത്തിൽ ഒരു സമാധാനത്തിൻ്റെ നോമ്പ്, പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും മധ്യത്തിൽ ഒരു പ്രത്യാശയുടെ നോമ്പനുഭവം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ സംജാതമാകേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. തിന്മകളുടെ മധ്യത്തിൽ നിന്ന്, അഥവാ തിന്മയും പ്രതിസന്ധിയും കഷ്ടതയുടെയും മധ്യത്തിൽ തിന്മയാൽ ജയിക്കാതെ നന്മയാൽ നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഇന്നിവിടെ ആദ്യമായി വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 58-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള നോമ്പ്, 2 തരത്തിലുള്ള ശോധന, 2 തരത്തിലുള്ള അനുധാവനം പ്രവാചകൻ പറയുകയാണ്. ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. 6-ാം വാക്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആത്മീയ തലത്തിലുള്ള ഒരു ശോധനയെപ്പറ്റി പറയുകയാണെങ്കിൽ 7-ാം വാക്യത്തിൽ നമുക്ക് ഭൗതികമായ ആ ഒരു ശോധനയുടെ കാഠിന്യത്തെപ്പറ്റി പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുകയാണ്. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ. ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ ഈ ഒരു വാക്യങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു നോമ്പനുഭവത്തെ, അതുവരെ ഉണ്ടായിരുന്ന യഹോവയോടുള്ള ഒരു ഉപവാസത്തിൻ്റെ സംഹിതയെ തികച്ചും പൊളിച്ചെഴുതുന്ന മറ്റൊരു സന്ദേശമാണ് യെശയ്യാ പ്രവാചകൻ അവിടെ നൽകുന്നത്. ഇവിടെ ഈ ഒരു 7-ാമത്തെ വാക്യത്തിൽ ആ പാർട്ടിലെല്ലാം നമുക്ക് ഒരു പ്രധാന ഒരു ഘടകമായിട്ട് കാണുവാൻ സാധിക്കുന്നത്, അവിടെയെല്ലാം നന്മയുടെ ഒരു വക്താക്കളാകുവാൻ വേണ്ടി പ്രവാചകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുന്ന ഒരവസ്ഥ, സാധുക്കളെ കണ്ടെത്തുന്ന ഒരവസ്ഥ, അവശതയിലിരിക്കുന്നവരെ സഹായിക്കുന്ന ഒരവസ്ഥ, ഇവിടെയെല്ലാം നന്മയുടെ ഒരു വാഹകരായി നാം മാറണം എന്ന് പ്രവാചകൻ നമ്മോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഒരു നോമ്പനുഭവം എന്ന് പറയുന്നത് എപ്പോഴും നന്മ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമായിരിക്കണം. വിശപ്പുള്ളവന് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം, സാധുക്കളെ ചേർത്ത് പിടിക്കുന്ന നന്മ, അനാഥനെ കരുതുന്ന നന്മ, ഇത്തരത്തിലെല്ലാം നന്മയുടെ വിവിധങ്ങളായ വശങ്ങളെ പ്രവാചകൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു തരത്തിൽ ഒരു വലിയ പുതിയ വിഷയമല്ല ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും നാം എല്ലാവരും അമ്പേ പരാജയപ്പെടുന്ന ഒരു ചെറിയൊരു വസ്തുതയാണ് നന്മയും നമ്മുടെ ജീവിതത്തിൽ നാം നന്മ ഉണ്ടായിരിക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള ആ നന്മ നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. എല്ലാവരും വളരെയധികം പരാജയപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മിൽ ഒരുപക്ഷെ നന്മയുണ്ടാകാം, എങ്കിലും നമ്മിലുള്ള നന്മ നാം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഈ ഒരു നോമ്പനുഭവം നമ്മൾ നോമ്പിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് തിരിഞ്ഞൊന്ന് വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കേണ്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മിലെ നന്മ മറ്റുള്ളവർക്ക് എപ്രകാരം ഫലവത്തായി എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് നന്മയെന്നും എന്താണ് നന്മ കൊണ്ട് അർത്ഥമാക്കുന്നതും എല്ലാം അറിയാവുന്നതാണ്. എങ്കിലും ചുരുക്കമായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നമുക്കേവർക്കും അറിയാവുന്ന വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് മറ്റുള്ളവന് നന്മയായി അഥവാ മറ്റുള്ളവന് ഒരു ഉപകാരമായി ഭവിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് നന്മയെന്ന് പറയുവാൻ സാധിക്കും. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഒരു ഉപകാരം ലഭിച്ചാൽ അതിനെ നമുക്ക് നന്മയെന്ന് പറയുവാൻ സാധിക്കും. എന്ന് നമ്മൾ ദേവാലയത്തിൽ പലരും വിവിധങ്ങളായ മുഖാന്തരങ്ങളോടെയാണ് വന്നിരിക്കുന്നത്. കുറേ പേര് കാറിൽ വന്നവരുണ്ട്, ബൈക്കിൽ വന്നവരുണ്ട്, സൈക്കിളിൽ വന്നവരുണ്ട്, ബഹുഭൂരിപക്ഷം പേര് കാൽനടയായിട്ട് വന്നവരാണ്. നാം വരുന്ന യാത്രയിൽ ദുർഘടങ്ങളായ പാതകളുണ്ടാകാം. ചിലപ്പോൾ വന്ന വഴിയിൽ കല്ലുകൾ കാണാം, മറ്റുള്ളവർക്ക് നടന്നു വരുവാൻ തടസ്സമായ പല വസ്തുതകളും കാണാം. എത്ര പേർക്കാണെന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നത്, എൻ്റെ പിന്നാലെ വരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വഴി സുഗമമാക്കുവാൻ വേണ്ടി ആ ദുർഘടമായ അവസ്ഥ ഞാനൊന്ന് മാറ്റിയിടട്ടെ എന്ന് നമ്മിൽ എത്ര പേരാണ് ചിന്തിച്ചതെന്ന് നാം ഇന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ നാം കാണുന്ന ഒരു ചെറിയൊരു കാര്യമായാൽ പോലും പലരും ചിന്തിക്കുന്ന നന്മയെന്ന് പറയുന്നത് വലിയൊരു വിശാലമായ ബൃഹത്തായ ഒരു സംഭവമാണ്. അത് വലിയ തലത്തിൽ ചിന്തിക്കേണ്ടതും വലിയ ആശയങ്ങളും ഉൾക്കൊള്ളേണ്ടതും ആണ് എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. എങ്കിൽ പോലും നമ്മളിന്ന് വന്ന വഴിയിൽ ഒരു ചെറിയൊരു തടസ്സമായപ്പോൾ, ഒരു ചെറിയൊരു കല്ലായാൽ പോലും അതിനെ നാം മാറ്റിയിടുവാൻ നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി അതിനെ നാം മാറ്റിയിടുവാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് ഒരു വലിയ നന്മ എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ സാധിക്കും. എല്ലാവരും പറയുന്നത് പോലെ 10 കൽപ്പന, വലിയ 10 കൽപ്പനയുണ്ട്. ഇപ്പം 10 കൽപ്പനയും നമ്മളെക്കൊണ്ട് പാലിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കല്. കാര്യം 10 കൽപ്പന ആരെ കൊണ്ട് പാലിക്കാൻ പറ്റില്ലായിരിക്കും, എങ്കിലും 10 കൽപ്പനയിൽ ഏറ്റവും ചെറിയ കൽപ്പനയായ മോഷ്ടിക്കരുത്, ആ ഒരു കൽപ്പന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ചിന്തിക്കണം.
എപ്പോഴും നമ്മളെ കൊണ്ട് പോസിബിളായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു വലിയ മലയെ നമ്മളെ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റില്ല. അയ്യോ വലിയ മലയെ എന്നെ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം പിന്തിരിഞ്ഞു പോകാതെ ആ മലയിലെ ഒരു കൊച്ചു കല്ലിനെ നമ്മളെ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റും. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കേണ്ടതും നാം സ്വീകരിക്കേണ്ടതുമായ ഘടകങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വളരെ വിശാലമായ വലിയ തലങ്ങൾ ചിന്തിച്ച് പിന്മാറാതെ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നാം ചെയ്ത് സമൂഹത്തിനും മറ്റുള്ളവർക്കും ഒരു മാതൃകയുള്ള ജീവിതം ക്രിസ്ത്യാനികൾ നയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നന്മയുടെ മറ്റൊരു വിവിധ തലങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നന്മയെപ്പറ്റി നാം എല്ലാവരും മനസ്സിലാക്കി. ഇനി നന്മ ചെയ്യേണ്ടതിൻ്റെ, അതായത് നമ്മുടെ ജീവിതത്തിലൂടെ നാം നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നാം ചിന്തിക്കേണ്ടത്, നാം നോക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രൈസ്തവരായ നാം നമ്മുടെ ദൈനംദിന ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബവുമായുള്ള ബന്ധത്തിൽ, സഭയുമായുള്ള ബന്ധത്തിൽ, കൂട്ടായ്മയുമായുള്ള ബന്ധത്തിൽ, സമൂഹവുമായുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എപ്രകാരമാണ് മറ്റൊരു വ്യക്തിക്ക് നന്മ ചെയ്യേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരമാകുമെങ്കിൽ അതിനെ നന്മയെന്ന് പറയുന്നു. ആ നന്മ എപ്രകാരമാണ് നാം ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. അപ്പോസ്തലൻ പത്രോസ് 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം: നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടം ആകുന്നു. ഇവിടെ പത്രോസ് നന്മയെ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് ചിത്രീകരിക്കുകയാണ്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതും ദൈവം മനുഷ്യനിൽ നിന്ന് ഭൂമിയിലെ മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും അവൻ നന്മയുടെ വക്താവാകണം എന്നതാണ്. ദൈവം ആത്യന്തികമായിട്ട് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും നന്മയുടെ വക്താക്കളും നന്മയുടെ വാഹകരും ആകണം എന്നാണ്. അതുതന്നെയാണ് പത്രോസും പറയുന്നത്. നാം നന്മ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്നു. അത്തരത്തിൽ നാം നന്മ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എസ്തേർ രാജ്ഞിയെ കാണുവാൻ സാധിക്കും. അഹശ്വേരോഷ് രാജാവിൻ്റെ ഭാര്യയായ എസ്തേർ രാജ്ഞി. അവിടെ ഹാമാൻ അഹശ്വേരോഷ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പത്രിക വാങ്ങിച്ച് യഹൂദന്മാരെ നശിപ്പിക്കുന്ന വേളയിൽ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എസ്തേർ രാജ്ഞിയും യഹൂദ വംശത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അവിടെ ഒരു വളരെ പ്രസക്തമായൊരു ഭാഗമുണ്ട്. എസ്തേർ രാജ്ഞി അപ്പോൾ രാജ്ഞിയാണ്. രാജ്ഞി ആയതുകൊണ്ട് തന്നെ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കുമ്പോൾ എസ്തേർ രാജ്ഞിക്ക് തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിലും എസ്തേർ രാജ്ഞിക്ക് ഒന്നും പറ്റത്തില്ല. കാരണം രാജ്ഞി എന്ന പദവിയിൽ നിന്നുകൊണ്ട് എസ്തേർ രാജ്ഞിക്കെതിരെ ഹാമാൻ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ താൻ രാജ്ഞിയാണ്, താൻ സുരക്ഷിതയാണ് എന്നും ആലോചിക്കാതെ എസ്തേർ രാജ്ഞി തൻ്റെ വംശത്തിന് വേണ്ടി, തൻ്റെ പൃഥുഭവനത്തിന് വേണ്ടി, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു നന്മ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് ആ ഒരു തീഷ്ണത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു രാജ്ഞിയെ കാണുവാൻ സാധിക്കും. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗം വായിക്കുകയാണെങ്കിൽ 30 ദിവസത്തിനകം രാജാവ് വിളിച്ചിട്ടല്ലാതെ രാജാവിൻ്റെ സന്നിധിയിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ജനത്തിന് വേണ്ടി തന്നിലുള്ള നന്മ പകർന്നു നൽകുവാൻ വേണ്ടി എസ്തേർ രാജ്ഞി കാണിക്കുന്ന താല്പര്യം എന്നും ശ്രേഷ്ഠം തന്നെയാണ്. ഇവിടെയാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ടത്. നാം എപ്രകാരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ 2-3 ഭാഗങ്ങൾ പറയുന്നുണ്ട്. മൊർദെഖായിയുടെ ഒരു നല്ല നേതൃത്വം അവിടെ എസ്തേറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കിന്ന് നാം ഒരു നന്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ എസ്തേർ രാജ്ഞി ശ്രമിച്ചപ്പോൾ അവിടെ ആ യഹൂദന്മാരെല്ലാവരും എസ്തേർ രാജ്ഞിക്ക് അനുകൂലമായി നിന്നു. എന്നാൽ നാം ഇന്നൊരു നന്മ ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ സമൂഹം ഒരിക്കലും നമ്മെ അംഗീകരിക്കണമെന്നില്ല. പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ സമൂഹം ആദ്യം നിങ്ങൾ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പോരിടും, ഒടുവിൽ നിങ്ങൾ ജയിക്കും. ഇപ്രകാരമാണ് നമ്മളൊരു നല്ല കാര്യവുമായിട്ട്, ഒരു നന്മയുമായിട്ട് നാം ഒരു സമൂഹത്തിൻ്റെ മധ്യധാരയിൽ വരികയാണെങ്കിൽ സമൂഹം ഒരിക്കലും നമ്മെ അംഗീകരിച്ചെന്ന് വരില്ല. പണ്ടൊരു കഥയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു കഴുതയുടെയും 2 വ്യക്തികളുടെയും. ഒരു കച്ചവടശാലയിൽ നിന്ന് 2 വ്യക്തികൾ ചേർന്ന് ഒരു കഴുതയെ വാങ്ങിച്ച് ആ 2 വ്യക്തികളും കഴുതപ്പുറത്ത് കയറി സവാരി ചെയ്തു വരികയാണ്. കുറച്ച് ദൂരം വന്നപ്പോൾ വളരെ ജനങ്ങളുള്ള ഒരു കവലയിലെത്തി. അപ്പോൾ ആ ജനങ്ങൾ നിന്ന് പറയുകയാണ്, എന്നാലും പാവപ്പെട്ട ഒരു മൃഗത്തിൻ്റെ മേൽ ഈ 2 ഘടാഘടിയന്മാർ കയറിയിരിക്കുന്നുവല്ലോ, എന്നാലും ഒരു മനുഷ്യപ്പറ്റില്ലാത്തവരാണല്ലോ എന്ന് പറഞ്ഞു. അവർ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ആ മനുഷ്യർ പറയുന്നതിനെ പറ്റി ആലോചിക്കുകയും അതിൽ ദുഃഖം തോന്നിയ ഒരു വ്യക്തി പറഞ്ഞു, സ്നേഹിത, ഞാനിറങ്ങി നടന്നോളാം, നിങ്ങൾ സുഖേനെ യാത്ര ചെയ്താലും എന്ന് പറഞ്ഞു. അവർ അങ്ങനെ കഴുതപ്പുറത്ത് ഒരു വ്യക്തിയും ഒരാൾ കാൽനടയായിട്ട് നടന്നു വരികയാണ്. കുറച്ച് ദൂരം വീണ്ടും അവർ നടന്നു. അടുത്ത് വീണ്ടും ജനങ്ങളുള്ള ഒരു ശാലയിലെത്തി. അവിടെ എത്തിയപ്പോൾ പറയുകയാണ്, ഒരു ആൾക്കാർ പറയുകയാണ്, നോക്കുവിൻ, തൻ്റെ സ്നേഹിതനെ നടത്തിയിട്ട് ആ മനുഷ്യൻ കഴുതയുടെ പുറത്തിരുന്ന് പോകുന്നു. എന്തൊരു വിരോധാഭാസമാണ്! ആ മനുഷ്യന് ഹൃദയമുണ്ടോ? ആ മനുഷ്യന് കരുണയുണ്ടോ എന്ന് പറയുന്നു. ഇത് കേട്ട ആ മനുഷ്യൻ കുറച്ച് ദൂരം കഴിയുമ്പോൾ ആ മനുഷ്യൻ ഇറങ്ങി നടക്കുകയാണ്. സ്നേഹിത, നമുക്ക് തമ്മിൽ ഒരുമിച്ച് നടക്കാം. അങ്ങനെ കഴുതയും ആ 2 വ്യക്തികളും കൂടി നടക്കുകയാണ്. അടുത്ത് വീണ്ടും ആൾപ്പാർപ്പുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ പറയുകയാണ്, നോക്കുവിൻ, 2 പേർ പണം കൊടുത്ത് ഒരു കഴുതയെ വാങ്ങിച്ചിട്ട് മടയന്മാരായി ആ കഴുതയോടൊപ്പം നടന്നു പോവുകയാണെന്ന്. നോക്കുവിൻ, 2 പേർ പൈസ കൊടുത്ത് ഒരു കഴുതയെ വാങ്ങിച്ചിട്ട് അവന്മാർ ബുദ്ധിഹീനരായിട്ട് കഴുതേനെ നടത്തി അവന്മാരും കൂടെ നടക്കുകയാണെന്ന്.
ഇവിടെ നോക്കുകയാണെങ്കിൽ ആ രണ്ട് വ്യക്തികളും മൂന്നവസ്ഥയിലും നന്മയാണ് ചെയ്തത്. പക്ഷേ മൂന്നവസ്ഥയിലുമുള്ള അവരുടെ നന്മയെ കാണുവാൻ ആ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് നാമും അപ്രകാരമാണ്. നാമും നന്മ ചെയ്യുവാൻ ശ്രമിച്ചാൽ നമ്മുടെ നന്മ കാണുവാൻ സമൂഹം ശ്രമിച്ചെന്ന് വരികില്ല. എന്നാലും ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ, ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ നാം പ്രശംസനീയമായ വിധത്തിൽ പ്രശോഭിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് എസ്തേർ രാജ്ഞിയെ നമുക്ക് മാതൃകയാക്കേണ്ടി വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. വേദപുസ്തകം പറയുന്നത് അപ്രകാരമാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപമാണ്. ഇവിടെ എസ്തേർ രാജ്ഞി നോക്കുകയാണെങ്കിൽ എസ്തേർ രാജ്ഞി ആദ്യ സമയത്ത് മൊർദെഖായി പറയുമ്പോൾ താൻ സമ്മതിക്കുകയില്ല, രാജാവിൻ്റെ അടുക്കൽ പോകാൻ പറ്റില്ല എന്ന് വിസമ്മതിക്കുകയും, എങ്കിലും തനിക്കുള്ള ഒരു അവസരം, അതാണ് ആ ഒരു ഗോൾ എസ്തേർ രാജ്ഞിക്ക് വരുമ്പോൾ അതിനെ ദൈവത്തിൽ യാഥാസ്ഥികമായിട്ട് വിനയപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാൻ എസ്തേർ രാജ്ഞി ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിലായിരിക്കാം. അവിടെ ഒരു വ്യക്തിയെ സഹായിക്കുവാൻ, അല്ലെങ്കിൽ ഒരു അപകടം നടന്നിരിക്കാം. അവിടെ നമുക്ക് കാണുമ്പോൾ പ്രത്യേകത നമുക്ക് അവരെ സഹായിക്കുവാനുള്ള ഒരു തോന്നലുണ്ടാകും. എന്നാൽ അതിൻ്റെ വരുംവരായികൾ ആലോചിക്കുമ്പോൾ ഇനി അതിൽ പ്രശ്നമാകാം. അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് ആ ഒരു സഹായം ചെയ്യാതെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ പാപം ചെയ്തു എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. വേദപുസ്തകത്തിൽ യാക്കോബ് ലേഖനകർത്താവ് പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും, നമുക്ക് ഒരാളെ സഹായിക്കാൻ അറിഞ്ഞിട്ടും അത് സഹായിക്കാതെ ആ സഹായം നിഷേധിച്ചുകൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ അതിനെ പാപമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നാം മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും സമൂഹത്തെ നോക്കിക്കൊണ്ട് നമുക്ക് നന്മ ചെയ്യുവാൻ സാധിക്കില്ല. സമൂഹത്തെ നോക്കിക്കൊണ്ട് നമുക്ക് മറ്റൊരാളെ ശുശ്രൂഷിക്കുവാൻ സാധിക്കില്ല. നാം ദൈവത്തെ നോക്കിക്കൊണ്ട്, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ നോക്കിക്കൊണ്ട്, ദൈവമുഖത്തെ അന്വേഷിച്ചുകൊണ്ട് നാം നമ്മുടെ കഴിവുകളെ, നാം നമ്മുടെ നന്മകളെ നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നന്മയെപ്പറ്റിയും നന്മ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെയും പറ്റി മനസ്സിലാക്കിയ നാം അടുത്ത് ചിന്തിക്കേണ്ടത് ആർക്കാണ് നാം നന്മ ചെയ്യേണ്ടത് എന്നാണ്. ആർക്കാണ് നാം നന്മ ചെയ്യേണ്ടത്? അത് തീർത്തും വളരെ വൈഷമ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പം എല്ലാവരും പറയും, ഇപ്പം ഉപദേശിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഉപദേശിക്കുന്ന വ്യക്തി ആ ഉപദേശം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിനൊരു അന്തസത്ത വരുന്നത്. ഇപ്രകാരം നന്മയെപ്പറ്റിയും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും നമുക്കറിയാം. എന്നാലും പ്രാക്ടിക്കൽ ലൈഫിൽ ആ നന്മ ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും പാടാണ്. ക്രിസ്ത്യാനികളും ഇന്നത്തെ സമൂഹവും എല്ലാം അങ്ങനെ തന്നെയാണ്. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും നമ്മളെല്ലാവരും വിമുഖരായി മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു പ്രാക്ടിക്കൽ മേഖല എന്ന് പറയുന്നത്. തിയറി നമുക്കെല്ലാവർക്കും അറിയാം, എന്നാൽ പ്രാക്ടിക്കൽ വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ കാണുവാൻ സാധിക്കും. അവിടെയാണ് നാം നോക്കേണ്ടത്, ആർക്കാണ് നാം നന്മ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്. വേദപുസ്തകം ഉടനീളം വായിക്കുകയാണെങ്കിൽ ആർക്കാണ് നാം നന്മ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നാം നന്മ ചെയ്യേണ്ടത് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നല്ല ശമരിയക്കാരനെ പോലെ നാം നന്മ ചെയ്യുക, നല്ല ശമരിയക്കാരനെ പോലെ നാം നന്മ ചെയ്യുക. ആ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ന്യായശാസ്ത്രി യേശുവിനോട് എൻ്റെ സ്നേഹിതൻ ആരെന്ന് ചോദിക്കുമ്പോൾ യേശു മറുപടി പറയുന്നതാണ് ശമരിയക്കാരൻ്റെ കഥ. അവിടെ കള്ളന്മാരാൽ മുറിവേറ്റപ്പെട്ട് ഒരു വ്യക്തി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആദ്യം ഒരു പുരോഹിതൻ കടന്നു വരികയാണ്. പുരോഹിതൻ അപ്പോൾ ചിന്തിച്ചിരിക്കാം, ഈ വ്യക്തിയെ സഹായിക്കണമോ, ദേവാലയത്തിൽ പോയി ആരാധന നടത്തണോ? അദ്ദേഹം ആവശ്യത്തിലിരുന്ന വ്യക്തിയെ കാണാതെ ദേവാലയത്തിൽ പോയി ആരാധന നടത്താൻ പോയി. ദേവാലയത്തിൽ ആരാധിക്കാൻ വരല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും അതിൻ്റെ ആ ഒരു സംജ്ഞ നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ലേവ്യനും അപ്രകാരമാണ് ചിന്തിച്ചത്. ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ മനുഷ്യനെ അവിടെ ഇട്ടേച്ച് ലേവ്യനും കടന്നു പോവുകയാണ്. അതിനുശേഷം വരുന്നത് ആ ശമരിയക്കാരനാണ്. ശമരിയക്കാരൻ നമുക്ക് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് പാളയത്തിന് പുറത്ത് മാറ്റി നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ആ ശമരിയക്കാരൻ ആ വ്യക്തിയെ സഹായിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ആ ഉപമ പറഞ്ഞതിൻ്റെ എല്ലാ ഭാഗത്തിലും നല്ല ശമരിയക്കാരെന്ന് യേശു ഒരിടത്തും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞതെല്ലാം ശമരിയക്കാരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉപമയും ആ കഥയും മനസ്സിലാക്കിയ നാമേവരുമാണ് ആ ശമരിയക്കാരനെ നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്നത്. തന്നിലുള്ള നന്മ അദ്ദേഹം വിനിയോഗിച്ചത് കൊണ്ടാണ്, അത് നന്മയിലേക്ക് വിനിയോഗിച്ചത് കൊണ്ടാണ് നാം എല്ലാവരും അദ്ദേഹത്തെ നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എത്ര പേർക്ക് ചിന്തിക്കുവാൻ സാധിക്കും? നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഈ ഒരു നോമ്പ് കാലഘട്ടം അതിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ നമ്മിലുള്ള ഒരു നന്മയിലൂടെ എത്ര പേരാണ് നമ്മെ നല്ലവനെന്ന് വിളിച്ചത്? ഇവിടെ നല്ല ശമരിയക്കാരനെ നല്ല ശമരിയക്കാരനെന്ന് വിളിച്ചു. നമ്മുടെ പേരിനോടൊപ്പം ചേർത്ത് എത്ര പേരാണ് നല്ലവനെന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ നല്ല മനോജ്, അത് ഇതുവരെയായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതെനിക്ക് ദുഃഖകരമായൊരവസ്ഥയാണ്. നല്ലതെന്നൊക്കെ വീട്ടിലെ അമ്മയൊക്കെ പറയും, എങ്കിലും നല്ല മനോജ് ആരും പറഞ്ഞിട്ടില്ല. നമ്മളും ചിന്തിക്കണം. ഇവിടെ ശമരിയക്കാരനെ നല്ല ശമരിയക്കാരൻ എന്ന് പറഞ്ഞു, അത് യേശു പറഞ്ഞതല്ല, അത് വായിച്ച നമ്മൾ, അത് മനസ്സിലാക്കിയ നമ്മളാണ് നല്ല ശമരിയക്കാരൻ എന്ന് പറഞ്ഞത്. നാമും ചിന്തിക്കണം, ആ ശമരിയക്കാരൻ കാണിച്ച ആ നിസ്വാർത്ഥ സേവനം പോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, നാമും നമ്മിലെ നന്മ മറ്റുള്ളവർക്ക് നൽകിയാൽ, നമ്മയും നല്ല ശമരിയക്കാരൻ, നമ്മയും നല്ല വ്യക്തി, നമ്മയും നമ്മുടെ പേരിനോടൊപ്പം ചേർത്ത് നല്ലത് എന്ന് പറയും എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് ആ മൂന്ന് വ്യക്തികൾ. അവിടെ മുറിവേറ്റപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, പുരോഹിതനുണ്ട്, ലേവ്യനുണ്ട്, ശമരിയക്കാരനുണ്ട്. അവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യാഗത്തിലല്ല,
കരുണയിൽ പ്രസാദിക്കുന്ന ദൈവം. യാഗത്തിലല്ല നമ്മുടെ നന്മയിൽ പ്രസാദിക്കുന്ന ദൈവം. യാഗത്തിലല്ല നമ്മുടെ നല്ല പ്രവൃത്തികളിൽ പ്രസാദിക്കുന്ന ദൈവം. ആ ദൈവത്തെ നാം പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ നാം പ്രസാദിപ്പിക്കണം. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നിനക്ക് സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം സഹോദരനോട് നിരന്നു കൊള്ളുക, എന്നിട്ട് നീ വന്ന് യാഗം കഴിക്കുക. അപ്പോൾ യാഗം കഴിക്കല്ലേ, ഇപ്പോൾ ആരാധനയ്ക്ക് പോകല്ലേ എന്നല്ല പറഞ്ഞ. നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യത്തിലൊരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ ആദ്യം അവനെ സഹായിക്കുക, എന്നിട്ട് ആരാധനയ്ക്ക് പോവുക. ആവശ്യത്തിലിരിക്കുന്നവരെ കാണാതെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പൊതുവായുള്ള ഒരു കോമൺ ഫാക്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ്, പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥനയാണ്. അതിൽ നിന്ന് നാം മാറണം. ഇതുവരെ നാം മാറിയില്ലെങ്കിൽ നാം അതിൽ നിന്ന് മാറി ചിന്തിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതം ദൈവഹിത പ്രകാരം ആകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോഴേ നമ്മെ നോക്കി നാം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും എന്ന് പറയുവാൻ സാധിക്കും. രസമുള്ള ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും, രസമുള്ള ഉപ്പും തണ്ടിന്മേലുള്ള വിളക്കും എന്നും ശോഭനീയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ വരും. കാരണം സമൂഹം ഒരിക്കലും നമ്മെ അംഗീകരിക്കില്ല. വേദപുസ്തകപരമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിലും അവിടെയും ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നു, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമെന്നാണ് പറയുന്നത്. നന്മ ചെയ്തിട്ട് നാം കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമെന്നാണ്. അപ്പോസ്തലന്മാർക്ക് ഈ ഒരു വചനത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ തങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ അധികം മേൽക്കുമേൽ വർദ്ധിച്ചത്, അഭിവൃദ്ധി പ്രാപിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് കഷ്ടം വരും. എന്നാൽ ആ കഷ്ടം ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിന് പ്രസാദമുള്ള ആ കഷ്ടം നാം സഹിക്കുമ്പോൾ ദൈവത്തിന് മുൻപിൽ നാം വിലയേറിയ മാനപാത്രങ്ങളായി മാറും എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പൗലോസിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിൽ പല ഭാഗത്തും പറയുന്നുണ്ട്, ഞാൻ കുറേ തവണ കോൽ കൊണ്ട് അടികൊണ്ടു, കല്ലേറ് കൊണ്ടു, കപ്പൽ ഛേദത്തിലകപ്പെട്ടു, പൈതാഹം, വിശപ്പ്, ഉറക്കമില്ലായ്മ, ജാതികളുള്ള അക്രമം തുടങ്ങിയുള്ള ധാരാളം പ്രതിസന്ധികളും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. എങ്കിൽ തന്നെയും അദ്ദേഹം അതിലൊന്നും തളരുന്നില്ല. കാരണം ആ നന്മ ചെയ്തുകൊണ്ട്, ക്രിസ്തു തന്നെ വിളിച്ച ആ വലിയ വേല ചെയ്തുകൊണ്ട്, ആ തനിക്ക് ലഭിച്ച ആ സുവിശേഷം, ആ തനിക്ക് ലഭിച്ച നന്മ മറ്റുള്ള ജാതിക്കാരോട്, വിജാതിയരോട് അറിയിച്ചത് കൊണ്ട് കിട്ടുന്ന കഷ്ടം അത് ദൈവത്തിന് പ്രസാദമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും തൻ്റെ വേലയിലേക്ക് പോകുന്ന ആ വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം നാം നന്മ ചെയ്യുക, അതിലൊരിക്കലും മടുത്തു പോകല്ല്, അതിലൊരിക്കലും തളർന്നു പോകല്ല്. ആർക്കാണ് നന്മ ചെയ്യേണ്ടത് നാം കണ്ടു. ഇനി എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത് നാം മനസ്സിലാക്കണം. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതിരിക്കട്ടെ. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ സമൂഹ മാധ്യമം വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് തുമ്മിയാൽ തന്നെ അത് സ്റ്റാറ്റസ് ഇട്ട് അതിനെ ലോകത്തോട് അറിയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അതിനെ പെരുപ്പിച്ച് കാണിച്ച് വലുതാണെന്ന് കാണിക്കുന്ന ഒരു സമൂഹമാണ്. ഈ ഇപ്പോഴുള്ളതാണ് ഈ കോഴി മുട്ടയിട്ടിട്ട് അത് വിളിക്കുന്ന ഒരു സൗണ്ടുണ്ട്. അത് അവിടെ ഉള്ള ദേശത്തുള്ള കുറേ അധികം വീട്ടിലുള്ള എല്ലാവരും അറിയിക്കും, ഞാനൊരു മുട്ടയിട്ടേ എന്ന്. നമ്മളിന്ന് പലരും അങ്ങനെയാണ്. ഒരു ചെറിയൊരു കാര്യം ചെയ്താലും അത് എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ യേശുവിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും യേശുവിൻ്റെ മിക്ക സൗഖ്യത്തിൻ്റെ വേളകളിലും യേശു പറയുന്നത് അവരെ പരസ്യമായിട്ട് ശാസിച്ചു എന്ന് പറയും. ആരോടും പറയില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മളും അപ്രകാരമായിരിക്കും. നമ്മുടെ പ്രവൃത്തി രഹസ്യത്തിലുള്ള പിതാവ് കാണുവാൻ വേണ്ടി നാം ചെയ്യണം. ഇവിടെ ശമരിക്കാരൻ ചെയ്തതുപോലെ തനിക്ക് ഒരു പരിചയമോ ഒരു ബന്ധമോ ഇല്ലാത്ത വ്യക്തിക്ക് സഹായം ചെയ്തതുപോലെ അതാണ് പറയുന്നത്. സ്നേഹിതന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്കെന്ത്, ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. നാം നമ്മുടെ സഹവിശ്വാസികൾക്ക് മാത്രമല്ല നന്മ ചെയ്യേണ്ടത്. നമുക്ക് പുറത്ത്, പാളയത്തിന് പുറത്ത് ധാരാളം ആൾക്കാരുണ്ട്. അവരെ നാം കാണണം, അവരുടെ കണ്ണീരൊപ്പണം, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നാം ചെലവിടണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അവസാനമായി, നന്മ ചെയ്താലുള്ള പ്രതിഫലം. ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെ ഒരു പ്രത്യുത ഒരു അനുഭവമുണ്ട്. നാം നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നത് സുനിശ്ചിതം തന്നെയാണ്. ഗലാത്യക്കെഴുതിയ ലേഖനം, അപ്പോസ്തലൻ പൗലോസ് ഗലാത്യക്കെഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 9-ാം വാക്യം ഇന്ന് ഇവിടെ വായിച്ചു കേട്ടതിൽ അതിൽ പറയുകയാണ്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അതാണ് പറയുന്നത്. നന്മ ചെയ്യുന്നതിൽ നാം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധിയോ എത്ര പ്രയാസമുണ്ടെങ്കിൽ നാം അതിൽ ഒരിക്കലും തളർന്നു പോകരുത്. നാം വീണ്ടും നന്മ ചെയ്യുക, ദൈവത്തിന് വേണ്ടി വീണ്ടും പ്രവർത്തിക്കുക എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു പ്രതിഫലം കിട്ടും. ഇപ്പം വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പറയുന്നത്, സുവിശേഷ നിമിത്തം നിങ്ങൾ ഒരു തണ്ണീർ പാനപാത്രമെങ്കിൽ കൊടുത്താൽ പോലും അതിനും പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ നല്ല ശമരിയക്കാരൻ പറയുന്ന ഒരു മാതൃകയുണ്ട്. അധികം എന്തെങ്കിലും ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ അതും തന്ന് തീർക്കും എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും പറയുകയാണ്, നന്മ ചെയ്താൽ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. അത് ദൈവമുഖത്തിൽ നിന്ന് കിട്ടും. നാം നമ്മിലെ നന്മയോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് അപ്രകാരമാണ് പറയുന്നത്. പൗലോസ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെയാണ്. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ അത് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ് പൗലോസ് ആ ലേഖനം എഴുതുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. പൗലോസിൻ്റെ കാരാഗ്രഹവാസം നമുക്ക് നോക്കുകയാണെങ്കിൽ പൗലോസിൻ്റെ 2 കാരാഗ്രഹവാസങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസ് ഒറ്റയ്ക്കല്ലായിരുന്നു, അന്ന് ശീലാസും കൂടെ ഉണ്ടായിരുന്നു. പൗലോസും ശീലാസും കൂടെ അന്ന് രാത്രി ഒറ്റ പാട്ടേ പാടിയുള്ളൂ, ഒരു പ്രാർത്ഥനയെ കഴിച്ചുള്ളൂ. ഭൂകമ്പമുണ്ടായി, ചങ്ങല പൊട്ടി, രണ്ടുപേരും രക്ഷപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസ് ഒറ്റയ്ക്കായിരുന്നു. അന്ന് രാത്രിയും പ്രാർത്ഥിച്ചു, അന്ന് രാത്രിയും പാടി സ്തുതിച്ചു. എന്നാൽ ഭൂകമ്പവും ഉണ്ടായില്ല, ചങ്ങലയും പൊട്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല. ആ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ ഒറ്റ രാത്രി കൊണ്ട് വിടുവിച്ച ദൈവം രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ ഇത്രയും ദിവസമായിട്ടും വിടുവിക്കാത്തതിൽ എനിക്കൊരു ദുഃഖവുമില്ല, എനിക്കൊരു വിഷവുമില്ല. ഞാനോ കർത്താവിനെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും. ആ ഒരു വിശ്വാസം നാം കാണാം. ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പൗലോസ് ചെയ്യുന്ന ദൈവപ്രവൃത്തിയുടെ പ്രതിഫലം പൗലോസിന് കിട്ടുമെന്ന ഒരു ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്രകാരം പറയുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി നാം വേല ചെയ്യുകയാണെങ്കിൽ പൗലോസ് അതാണ് പറയുന്നത്, യെരുശലേമിൽ പോയാൽ എനിക്ക് കഷ്ടമുണ്ട് എന്ന് സഹഭൃത്യന്മാർ പറയുമ്പോൾ യെരുശലേമിലേക്ക് പോയാൽ കഷ്ടം സഹിക്കുവാൻ മാത്രമല്ല, യെരുശലേമിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കും. അവിടെയെല്ലാം കൈവിടാത്ത ദൈവത്തിൻ്റെ സ്നേഹം, കൈവിടാത്ത ദൈവത്തിൻ്റെ സാന്ത്വനം അറിഞ്ഞ പൗലോസ് തൻ്റെ നന്മയുടെ, തൻ്റെ നല്ല പ്രവൃത്തിയുടെ, തൻ്റെ സുവിശേഷം അറിയിക്കുന്ന നന്മയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവും അപ്രകാരമാണ് പറയുന്നത്, നാം നന്മ ചെയ്യുകയാണെങ്കിൽ നാം ഏവരും അത്യുന്നതൻ്റെ മക്കളായി തീരും എന്ന് പറയുകയാണ്. അവിടെയാണ് നാം ആ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും എന്ന വാക്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കേവർക്കും അറിയാവുന്ന മറിയയുടെ പാട്ടിലുള്ള ഒരു വാക്യമാണ്, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച്. എൻ്റെ വാക്യത്തിൻ്റെ ബാക്കി, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അഴിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിനെ ബാക്കി പറയുന്നില്ല, ആദ്യത്തെ പാട്ട് മാത്രം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച്. നന്മ ആവശ്യമുള്ളത് വിശന്നിരിക്കുന്നവരെയാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ഉടനീളം നോക്കുകയാണെങ്കിൽ ഒരു വാക്യവും ഒരു ഭൗതികമായ തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശയമല്ല, അതിന് ആത്മീയമായൊരു തലമുണ്ട്. എന്താണ് വിശപ്പ് എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വിശന്നിരിക്കുന്നവനാണ് നന്മ കൊണ്ടുള്ള പ്രയോജനമുള്ളത്. എന്തിനൊക്കെയുള്ള വിശപ്പാണ്? ഭൗതികമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ വേണ്ടിയുള്ള വിശപ്പുണ്ട്. അങ്ങനെ വളരെയധികം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല വിധമായ ഘടകങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ചു കൊണ്ടുള്ള വിശപ്പുണ്ട്. ആ ഒരു വിശപ്പ് ഭൗതികമായ തലത്തിൽ നിൽക്കുന്നു. എന്നാൽ ആത്മീയമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പുണ്ട്, യേശുവിനെ അറിയുവാനുള്ളൊരു വിശപ്പുണ്ട്, ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനുള്ളൊരു വിശപ്പുണ്ട്, പ്രാർത്ഥിക്കുവാനുള്ളൊരു വിശപ്പുണ്ട്, പാട്ട് പാടുവാനുള്ളൊരു വിശപ്പുണ്ട്, സുവിശേഷം വായിക്കുവാനുള്ളൊരു വിശപ്പുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു വിശപ്പുണ്ട്. എൻ്റെ മുമ്പിലായിരിക്കുന്ന നമുക്കേവർക്കും ഭൗതികമായ വിശപ്പ് നമുക്കേവർക്കുമുണ്ട്. എങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആത്മീകമായിട്ട് നമ്മളെല്ലാവരും തൃപ്തരാണ്. നമുക്ക് യേശുവിനെ പറ്റി അറിയാം, സുവിശേഷത്തെ പറ്റി അറിയാം, നാം ഏവരും വേദപുസ്തകം വായിച്ചവരാണ്, നാം പാടുന്നവരാണ്, സ്തുതിവചനങ്ങൾ പറയുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ പലരും ദൈവത്തെ അറിഞ്ഞിടാതെ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ നാം കാണുവാൻ മനസ്സിലാക്കണം, അവരുടെ കണ്ണുനീരൊപ്പുവാൻ നാം ശ്രമിക്കണം എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെയാണ് യെശയ്യാവിനെ ആദ്യം പറഞ്ഞതിൽ യെശയ്യാ പ്രവാചകൻ പറയുന്ന ആ 2 പാർട്ട്, ഒന്ന് ഭൗതികമായും ഒന്ന് ആത്മീകമായും. ആദ്യത്തിൽ പറയുന്ന നുകത്തിൻ്റെ കെട്ടുകളെ അഴിച്ചു കളയുക, അവിടെ സുവിശേഷത്താൽ മുഖരിതമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ദൈവവചനം, നമ്മിലുള്ള ദൈവവചനം നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് അത്യാവശ്യമാണ്. ആത്മാവിനാൽ ദാഹിക്കുന്നവരുടെ ദാഹം നാം തീർക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴാണ് നാം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായി മാറുന്നത്. യേശുക്രിസ്തുവും അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ ഒരു നോമ്പ്, ഈ ഒരു നോമ്പ് കാലഘട്ടം ഒരാഴ്ച കഴിയുമ്പോൾ അത് തീരും. അടുത്തൊരു ഈസ്റ്റർ വരും, അടുത്ത് ഒരു ക്രിസ്മസ് വരും, വീണ്ടും നോമ്പ് വരും. ഇതിങ്ങനെ ഒരു ചാക്രിയ പ്രവർത്തനം പോലെ നടന്നു വരും. ഒരിക്കലും ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല നാം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല നാം ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ഉപവാസം നമുക്ക് നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചു. എന്നാൽ അവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിനുശേഷം യേശു ആഹാരം കഴിച്ചു. പക്ഷേ ആ ഒരു 40 ദിവസം യേശു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ക്രൂശിലൂടെ മരിക്കുന്ന ആ വേളയിൽ വരെയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. ആ ഒരു തരത്തിൽ നാം ചിന്തിക്കണം, ആ ഒരു തരത്തിൽ നാം പ്രവർത്തിക്കണം. ഈ ഒരു നോമ്പ് കാലഘട്ടം കഴിഞ്ഞാലും വീണ്ടും നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കണം, വീണ്ടും നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ക്രിസ്തു ക്രൂശിലൂടെ ചൊരിഞ്ഞ അവസാന തുള്ളിയിലെയും ആ നന്മ നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നമുക്കേവർക്കും ഇനി വരുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും
മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യഥാവിധി ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാൻ, അങ്ങനെ പൗലോസ് പറയുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുത് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ തരും, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയമച്ച ഏവർക്കും തന്നെ എന്ന വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ നന്മ കൊണ്ട് നമുക്ക് അനേകരെ നേടുവാനും അതിലൂടെ സ്വർഗം സന്തോഷിക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെ ആ ഒരു പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്കും പോകുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവം നമ്മേവരെയും സമൃദ്ധിയായിട്ട് ഇനിയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹം. ആമേൻ. ശുദ്ധവാരത്തിൻ്റെ ഈ ഒന്നാമത്തെ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാനത്തിന് നേതൃത്വം നൽകിയ പ്രിയമുള്ള മനോജിനോടുള്ള പ്രത്യേക നന്ദിയും സന്തോഷത്തെയും അറിയിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. 429 പാട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടി പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ വരിക. ഗീതം 429. നാം ഇന്ന് കേട്ട ചിന്തകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് 429. ഒരു ധ്യാനമായി തന്നെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോലാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. നിൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവാൻ. നിൻ മനം പുതുക്കി മാറിടുന്ന നിത്യമാണ് നീ ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നോ നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നോ ഞാനറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തോ വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണസഹിഷ്ണുത ഏകണേ പ്രിയ. നിൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് സർവ കൃപാലുവും ദയാലുവുമായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു നോമ്പ് കാലഘട്ടത്തിൻ്റെ ഒടുവിൽ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. വിശുദ്ധ വാരത്തിൻ്റെ ഈ തിങ്കളാഴ്ച ദിവസം ഞങ്ങൾക്ക് അവിടുത്തെ ആലയത്തിൽ ഒരുമിച്ച് കൂടി അങ്ങേ ധ്യാനിക്കുവാൻ, അവിടുത്തെ പാദപീഠത്തിലായിരിക്കുവാൻ, കുരിശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ധ്യാനിക്കുവാൻ അവിടെ നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കായിട്ടും അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സഭാ കമ്മിറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവിധ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. അധ്യക്ഷത വഹിച്ച സെക്രട്ടറിക്കായിട്ട്
വചന ശുശ്രൂഷ നിർവഹിച്ച മനോജിനായിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെയും നേതൃത്വങ്ങളെയും എല്ലാം അവിടുന്ന് തുടർന്നും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, നന്മ ചെയ്യുന്നതിൽ ഉത്സുകരായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നന്മയാൽ തിന്മയെ ജയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. നന്മ ചെയ്യേണ്ടുന്നവർക്ക് അതാത് സമയത്ത് അത് ചെയ്യുവാനുള്ള മനസ്സൊരുക്കവും പ്രാപ്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന നന്മകൾക്കെല്ലാം ഒരു പ്രതിഫലം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയം വച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്നുള്ളത് വചനപ്രകാരം ഞങ്ങളെയും അവിടുത്തെ കൃപകൾക്കായി ഒരുക്കണമേ. വചനപ്രകാരം ജീവിക്കുവാൻ, നന്മ പ്രവർത്തിക്കുന്നവരായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്കായിട്ട് സ്തോത്രം. ആ ചിന്തകൾ വൃഥാവാക്കി കളയാതെ ഞങ്ങളുടെ ജീവിതത്തെ അത്തരത്തിൽ ക്രമീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തുതി അർപ്പിക്കുന്നു. എല്ലാവരെയും കുടുംബങ്ങളായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കോവിഡ് മഹാമാരിയിൽ നിന്നെല്ലാം വിടുവിക്കണമേ. ദൈവിക കൃപ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നാളത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കണമേ. നേതൃത്വം നൽകേണ്ടുന്നവരെ അവിടുന്ന് പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കണമേ. ഈ ആഴ്ചവട്ടം അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി, പാപബോധത്തിൻ്റെ നാളുകളാക്കി, പുതുക്കത്തിൻ്റെ നാളുകളാക്കി ഞങ്ങൾക്ക് നൽകണമേ. ക്രൂശിലൂടെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. അവിടുന്ന് ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളുടെ രാജാവും പുരോഹിതന്മാരുമാക്കി തീർത്ത അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കണമേ. ഞങ്ങളുടെ മടക്കയാത്രയിൽ കൂടെയിരിക്കണമേ. സുഖകരമായ വിശ്രമം നൽകണമേ. പുതിയ പ്രഭാതങ്ങളുടെ ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അവിടത്തേക്ക് തരുന്നു, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും കുടുംബങ്ങളോടും തിരുസഭയോടും ദേശത്തോടും നാം കേട്ട വചനത്തോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.